ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനം എന്താണെന്നും ആ സമാധാനത്തിന്റെ ആശയം പേറുന്ന സന്ദേശവാഹകരുടെ ശരിയായ ആശയവും നിലപാടും ആദർശവും ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അറിയാനും കൂടി ഒരു കാരണമായിട്ടുണ്ട് ഈ PFI അറസ്റ്റ്. കാരണം അവര് ചെയ്ത രാജ്യവിരുദ്ധതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവരെ ഈ കേരളത്തിൽ ഇത്രയധികം വളരാൻ അനുവദിച്ചത് ഇടതനും വലതനുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 4 വോട്ടിന് വേണ്ടി മുട്ടിലിഴയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് ചെയ്താലും ഞങ്ങൾക്ക് അധികാരം മതി. എല്ലാ കാലത്തും ഇടതനും വലതനും മുസ്ലിങ്ങളെ പേണി തന്നെ നിന്നിട്ടുള്ളൂ, അവരെ ആശ്രയിച്ചു തന്നെ നിന്നിട്ടുള്ളൂ. അതിന്റെ ഒരു അഹങ്കാരത്തിലും ബലത്തിലുമാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ അവർ തീരുമാനിച്ചത്. ഇപ്പോ നമുക്കറിയാം, ഫസൽ ഗഫൂർ പറഞ്ഞത് എല്ലാവരും നല്ല നേതൃത്വത്തെ ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കുടക്കീഴിൽ ഒരുമിച്ചാൽ നമുക്ക് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം ഈസിയായി കൂളായി, മനസ്സിലായില്ലേ? കെട്ടി ജലീലിനെ പോലെയുള്ള സിമി പ്രവർത്തകർ ഇവരെങ്ങനെയാണ് അത്തരം ഔദ്യോഗിക പദവിയിലേക്ക് എത്തിയത് എന്ന് ആലോചിച്ചാൽ മതി. ഉള്ളിലുള്ളത് പുറത്ത് പറയാതിരിക്കാൻ പറ്റുമോ? ഉള്ളിലില്ലേ ഈ ഭീകരവാദ തീവ്രവാദ ആശയം എല്ലാം വെട്ടിപ്പിടിക്കണം എന്ന മോഹം? അതെന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരാതിരിക്കില്ല. അത് പുറത്തെടുക്കേണ്ടുന്ന സന്ദർഭങ്ങളിലോ തരാതരം പുറത്തെടുക്കുകയും ചെയ്യും. ഇവർ ഈ നാടിനെ പാകിസ്ഥാനാക്കാനും അഫ്ഗാനാക്കാനും വിഷമിക്കുമ്പോൾ പാകിസ്ഥാൻ അന്നത്തിനു വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. എന്നാണോ ഇന്ത്യയുമായി പിരിഞ്ഞത് അന്നു മുതൽ ഇന്നുവരെ പിച്ചച്ചട്ടിയുമായി തെരുവിൽ അലയുകയാണ് എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി തന്നെയാണ്. പാകിസ്ഥാന്റെ വേറെ ആരുമല്ല പറഞ്ഞത്. അപ്പോ പാകിസ്ഥാനിലെ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന അധികാരികൾ പോലും ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ രാജ്യത്തിന്റെ കെടുതി എത്രമാത്രം വലുതാണ് എന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നത്തിന് പോലും ബുദ്ധിമുട്ടി അഫ്ഗാന് ഇന്ത്യ കൊടുക്കുന്ന പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരിയ പാകിസ്ഥാനെ നമുക്കറിയാം. എന്നാലും PFI പോലെയുള്ള തീവ്രവാദ സംഘടനകളെ വളർത്താൻ അവർ കിഡ്നി മുറിച്ച് വിറ്റിട്ടാണെങ്കിലും പണം കണ്ടെത്തും. ആയുധത്തിന് വേണ്ടിയാണെങ്കിലും കള്ളനോട്ടിന് വേണ്ടിയാണെങ്കിലും മയക്കുമരുന്നിനും കഞ്ചാവിനും കള്ളിനും എന്ത് തന്നെയായിരുന്നാലും വേണ്ടില്ല, അവർക്ക് ഈ രാജ്യം മുട്ടിഞ്ഞു കാണണം. അതിനുവേണ്ടി അവർ ഖുർആനിന്റെ രൂപത്തിൽ, ഈത്തപ്പഴത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ കള്ളും കഞ്ചാവും ആയുധവും ഒക്കെ കടത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. നോക്കാം. ഇസ്ലാമിക ഭീകര സംഘടനകളായ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി കേന്ദ്രങ്ങളിൽ ഭീകരവാദ കേസുകൾ അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസി NIA, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംയുക്തമായി റെയ്ഡ് നടത്തി നേതാക്കളെ അറസ്റ്റ് ചെയ്തതോടെ ചൂടേറിയ ചർച്ചകളാണ് കേരളമെന്നും. CBIയും NIAയും ഒക്കെ അന്വേഷിക്കുന്ന കേസുകളിൽ നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താനായാൽ എൻഫോഴ്സ്മെന്റിന് കൈമാറുകയാണ് പതിവ്. അത്യപൂർവമായാണ് 2 ഏജൻസികളും ഒരുമിച്ച് റെയ്ഡുകൾ നടത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ഭീകര പ്രവർത്തനത്തിന്റെയും അതിനായി അവർ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും ശേഖരിക്കുന്ന പണത്തിന്റെയും ദേശവിരുദ്ധ പ്രചാരണവും ആക്രമണങ്ങളും സംഘടിപ്പിക്കാൻ ശേഖരിച്ചിട്ടുള്ള അതായത് ഇതിനാദ്യം വേണ്ടത് പണമാണ്, രണ്ടാമത് വേണ്ടത് ആയുധമാണ്. ഈ പണം ശേഖരിക്കുന്നതിന് വേണ്ടി രാജ്യവിരുദ്ധരുമായി കൈകോർക്കുന്നു, കരാറുകൾ ഉണ്ടാക്കുന്നു, സഹായ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നു, പണവും സ്വീകരിക്കുന്നു. പിന്നീട് വേണ്ടത് ആയുധമാണ്. അതെവിടെയാണോ ഉള്ളത് അവിടെ മണത്ത് പിടിച്ചു ചെന്ന് അവിടെയും കരാർ ഉറപ്പിക്കുന്നു. ആയുധങ്ങളുടെയും വിവരങ്ങളും തെളിവുകളും നേരത്തെ ലഭ്യമായതുകൊണ്ട് തന്നെയാണ് NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായി റെയ്ഡുകൾ നടത്തിയത്. ഒരു തെളിവും ഇവർക്കെതിരെ ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു 3 മണിക്ക് കിടക്കുന്ന കിടപ്പറകളിൽ നിന്നും ഇവരെ പിടിച്ചു പൊക്കാനൊന്നും ഒരു സംഘടനയ്ക്കും സാധിക്കില്ല. ഒരു രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിനും സാധിക്കില്ല. മറിച്ച് മതിയായ തെളിവുകൾ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ശേഖരണമല്ല, മറിച്ച് ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു EDയും NIAയും ഒക്കെ. അങ്ങനെ ഇവര് ചെയ്തതിന്റെ എല്ലാ രേഖകളും എവിഡൻസോടുകൂടി തന്നെ സമാഹരിച്ചിട്ട് സ്വരൂപിച്ചിട്ട് തന്നെയാണ് ഈ അറസ്റ്റിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഡൽഹി, രാജസ്ഥാൻ, UP, MP, ബീഹാർ, മണിപ്പൂർ, അസം, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന റെയ്ഡുകളിൽ 100ഓളം പേർ കസ്റ്റഡിയിലായിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇനിയും വമ്പൻ സ്രാവുകൾ പിടിയിലാകാനുണ്ട്. അവർക്കായി വല വിരിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ആയുധവും പണവും ഇവരുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഇവരുടെ കുറച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഇവർ അന്നം ചിഹ്നമായി പോകുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇവരിൽ ഓരോരുത്തർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അവരിൽ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തത് ഇന്ന ആൾ. അതുകൊണ്ട് തല പോയാലും തലയ്ക്ക് വാലാകാൻ വേറെ ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യമില്ല. ഇവർക്ക് തന്നെ അറിയാം.
മറ്റുമടക്കം എന്തൊക്കെയാണ് അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് ഇനിയും പുറത്തുവരാനുണ്ട് വിവരങ്ങൾ. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തിരച്ചിൽ തുടക്കത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം കേരളത്തിലായിരുന്നെങ്കിലും പിന്നീട് ആസ്ഥാനം രാജ്യ തലസ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. അപ്പോഴും പ്രവർത്തനത്തിന്റെ സ്ഥിരാകേന്ദ്രം കേരളം തന്നെയായിരുന്നു. കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഭീകരപ്രവർത്തനം മറ്റെല്ലാ സംസ്ഥാനത്തേക്കാൾ ഏറ്റവും എളുപ്പം ഇവരുടെ എല്ലാ അജണ്ടകളും നടപ്പിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലാണ് എന്നിവർക്കറിയാം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നായത്. ഈ 13 മുതൽ 15 വരെ സംസ്ഥാനങ്ങൾ റെയ്ഡ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പിടിക്കപ്പെട്ടത് കേരളത്തിൽ നിന്നായത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തത് കേരളത്തിൽ നിന്നായത് എന്തുകൊണ്ടാണ്? തുർക്കി പോലെ ഒരു രാജ്യം എങ്ങനെയെങ്കിലും എല്ലാ മുസ്ലിങ്ങളുടെയും ഉന്നതിയിലെത്തണം, അവരുടെ തലവനായി ഞാൻ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉർദുഖാന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ അതിൽ പോയി ഒപ്പുവെക്കാനും ഈ രാജ്യത്തെ തകർക്കുന്ന ചർച്ചകൾ ചെയ്യാനും സാമ്പത്തിക സഹായം സ്വീകരിക്കാനും സാധിച്ചത് കേരളത്തിലുള്ളവർക്കാണ്. ശൃംഖല വ്യാപിപ്പിക്കുകയായിരുന്നു. ഈ സംഘടനയിൽപ്പെടുന്ന നിരവധി ഭീകരന്മാർ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിൽ പലരും ജയിലിൽ വർഷങ്ങളായി കഴിയുകയുമാണ്. എൻഐഎ പോലുള്ള ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, കേരളത്തിലുള്ള എത്രയോ പേർ ഭീകര പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർത്ത് ഈ രാജ്യത്തെ തകർക്കാൻ പലതും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ വ്യാജ പാസ്പോർട്ട്, വ്യാജ രേഖകൾ വഴി കേരളത്തിലെത്തിയെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഈ തീവ്രവാദ നേതൃത്വം ഇവർക്ക് ആയുധ പരിശീലനം നൽകിയെന്ന് പറയുമ്പോൾ എത്ര ചങ്കൂറ്റത്തോടെയാണ് ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യവിരുദ്ധരെ ഇവിടെ കൊണ്ടുവന്നതും അവർക്ക് ആയുധ പരിശീലനവും നൽകിയത്. അപ്പോൾ ഇവരെ സഹായിക്കുന്നത് ആരാണ് എന്ന് ആലോചിച്ച് നോക്കൂ, ചില്ലറക്കാരല്ല. അന്വേഷിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരായ പല കേസുകളിലും പ്രതികൾ മലയാളികളാണ് എന്നതാണ് ആശങ്ക. ഒന്നിനു പുറകെ ഒന്നായി നിരവധി ആയുധങ്ങളും മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും നടത്തി കേരളത്തിൽ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇവർ. ഭീകര സംഘടനകളാണെന്ന് കോടതി പോലും കുറ്റപ്പെടുത്തിയിട്ട് ഒരു ചെറിയ കാര്യമാണുള്ളതെങ്കിലും ഇപ്പൊ കണ്ടില്ലേ, നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു, അടിക്കുന്നു, പിടിക്കുന്നു, പൊട്ടിക്കുന്നു. എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? ഇവര് വിളിച്ച പാകിസ്ഥാൻ മുദ്രാവാക്യം, ഇതൊക്കെ ഇവർക്ക് തലവേദനയാകും. ഇവര് വിളിച്ച പാക് അനുകൂല മുദ്രാവാക്യം ഇപ്പോഴും NIA കസ്റ്റഡിയിലുണ്ട്. നമുക്കതുകൂടി കാണാം. പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധത്തിനിടെ പാക് അനുകൂല മുദ്രാവാക്യം, കർശന നടപടിയെന്ന് മഹാരാഷ്ട്ര സർക്കാർ. ഛത്രപതി ശിവജിയുടെ നാട്ടിൽ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് വച്ചു പൊറുപ്പിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ട്വീറ്റ് ചെയ്തു. പൂനെയിൽ വെള്ളിയാഴ്ച നടന്ന പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധത്തിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. പ്രതിഷേധ പ്രകടനത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഇത്തരം പ്രവൃത്തികൾ സംസ്ഥാനത്ത് വെച്ചു പൊറുപ്പിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. അതേസമയം മുദ്രാവാക്യം വിളിച്ചവനെ വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചു. സാമൂഹിക വിരുദ്ധരായ ആളുകളാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത്. പോലീസ് ഇവർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്നും ഛത്രപതി ശിവജിയുടെ നാട്ടിൽ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് വെച്ചു പൊറുപ്പിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ട്വീറ്റ് ചെയ്തു. സംസ്ഥാനത്തോ രാജ്യത്തോ പാക് അനുകൂല മുദ്രാവാക്യം ഉയർത്തുന്നവർ ആരായാലും അവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് വ്യക്തമാക്കി. ഞങ്ങൾ സമാധാനത്തിനൊപ്പമാണെന്നും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സംഘടനകളെ UAPA നിയമപ്രകാരം നിരോധിക്കണമെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലെ ആവശ്യപ്പെട്ടു. അതേസമയം രാഷ്ട്രീയ ലാഭത്തിനായി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ആരെങ്കിലും തമ്മിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഏജൻസികൾ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ 100ഓളം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും നേതാക്കളും അറസ്റ്റിലായതിൽ പ്രതിഷേധിച്ചാണ് പൂനെയിൽ പ്രകടനം നടത്തിയത്. ലഭിച്ച വീഡിയോകൾ പരിശോധിച്ചു വരികയാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും പൂനെ സോൺ 2 DCP സാഗർ പാട്ടീൽ പറഞ്ഞു. അനുമതിയില്ലാതെ വെള്ളിയാഴ്ച പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന് ബാണ്ട് ഗാർഡൻ പോലീസ് 41 പേരെ അറസ്റ്റ് ചെയ്യുകയും 65 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
പിന്മാറാനും ശ്രമിച്ചിട്ടില്ല. കേരള പോലീസിന്റെ സഹായമില്ലാതെ അവരെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA പരിശോധന നടത്തിയതും. അതും CISFന്റെ സഹായത്തോടെ. റെയ്ഡ് നടത്താൻ പോകുന്നുവെന്ന് കേരള പോലീസ് അറിയാനിടയായാൽ ആ വിവരം നിമിഷത്തിനുള്ളിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ചോർന്നു കിട്ടുമെന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. കേരള പോലീസിലും വൻതോതിൽ ഈ ഭീകരർക്ക് പിണിയാളുകളും ദല്ലാളുകളും ഉണ്ടെന്ന് രഹസ്യരേഖകൾ ചോർന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിന്ന് വ്യക്തമായതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റെയ്ഡ് ചെയ്യപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഡൽഹി ആസ്ഥാനം അടച്ചുപൂട്ടി മുദ്രവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് അറസ്റ്റിലായ ചില പ്രമുഖ നേതാക്കളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. റെയ്ഡിന്റെയും അറസ്റ്റിന്റെയും ഒക്കെ വാർത്തകൾ പുറത്തു വന്നതോടെ പലയിടങ്ങളിലും പോപ്പുലർ ഫ്രണ്ടുകാർ അക്രമാസക്തമായി പ്രതിഷേധിച്ചതും കേരളം കണ്ടതാണ്. എന്ത് വന്നാലും ഇവർ കീഴടങ്ങില്ല എന്ന് പറയുമ്പോൾ എന്ത് വന്നാലും ഇവരെ ഇങ്ങനെ വിടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ശരി, ഞങ്ങൾ രക്തസാക്ഷികളാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ കേന്ദ്രം പറഞ്ഞത് അയ്യോ അത് വേണ്ടെന്നല്ല, നിങ്ങൾ ഇനി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ശരി നടക്കില്ല എന്ന് തന്നെയാണ്. നിയമം കീഴടക്കിക്കൊള്ളും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും അന്വേഷണ ഏജൻസികളും നിയമ സംവിധാനവും നീതിപീഠവും ഒക്കെ അതിശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. ജനാധിപത്യം, മതേതരത്വം, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ മുറവിളികൾക്ക് ഇനി ആരും പഴയതുപോലെ ചെവി കൊടുക്കില്ല. ഭീകരവാദികളെ പിടികൂടുന്നതും അടിച്ചമർത്തുന്നതുമൊക്കെ ഭരണകൂട ഭീകരതയാണെന്ന ആക്ഷേപം വിലപ്പോകില്ല എന്നുള്ള ചർച്ചകളും ചൂടുപിടിച്ചു കഴിഞ്ഞു. ഭരണകൂടം തങ്ങളെ വേട്ടയാടുകയാണെന്ന് മാധ്യമങ്ങൾ. മദ്രസകൾ കേന്ദ്രീകരിച്ച്, പള്ളികൾ കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളി മെമ്പറുകൾ പോലും ഈ തീവ്രവാദികൾക്ക് വേണ്ടി ഫാസിസ്റ്റ് സർക്കാർ അവരെ എതിർക്കുന്നവരെയൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ അണികൾക്കിടയിൽ മതവികാരം ഇളക്കിവിട്ട് തൽക്കാലം രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. ഇത് കേരളം. അലമുറയിട്ട് കരുതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നും ഭാരതം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്നും അതിന് കീഴിൽ നിയമമനുസരിക്കുന്ന പൗരന്മാരായി കഴിയുന്നത് ഇത് കേരളമാണ്, ഇത് കേരളമാണെന്ന് പറയുമ്പോൾ അമിത്ഷാ പറഞ്ഞു കേട്ടില്ലേ, ആ കേരളം ഇന്ത്യയിലാണ്, അതൊന്ന് ഓർത്താ മതി. മാത്രമേ ആർക്കും സ്വാതന്ത്ര്യമുള്ളൂവെന്നും അല്ലാത്തവരുടെ സ്ഥാനം ജയിലറകളാണെന്നും ഒരു ആൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് കഴിയാൻ രാജ്യത്തെ ജയിലുകളിൽ ഇടമുണ്ടെന്നും ഇനി ആരെങ്കിലുമൊക്കെ പാകിസ്ഥാന്റെയും മറ്റ് ചില ഭീകരന്മാരുടെയൊക്കെ പിണിയാളാവാൻ ശ്രമിച്ചാൽ അവർക്കൊക്കെ ഒരേ നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമുണ്ട്. ഏതായാലും ഇതിനിടയിലാണ് കേരളത്തിലേക്ക് എല്ലാ കണ്ണുകളും വീണ്ടും ഉറ്റുനോക്കുന്നത്. കാരണം ഒന്നും രണ്ടുമല്ല, കേരളത്തിൽ നിന്ന് നിരവധി പേരെയാണ് പല വിഷയങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല ലക്ഷ്യം കാഫറുകൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് PFI രംഗത്തിറങ്ങുമ്പോൾ ആ ലിസ്റ്റ് കണ്ട് NIA പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ബീഹാറിലെ പട്നയിൽ നടന്ന റാലിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ട് ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഇവർക്ക് എങ്ങനെയും അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം, കാഫിറുകളെ നശിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്ന് ഖുർആനിലെ ആശയങ്ങൾ മുൻനിർത്തിയാണ് ഇവരിത് ചെയ്യുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. BJP മുൻ വക്താവ് നൂപുർ ശർമ്മയുടെ വിവാദമായ പ്രസ്താവനയ്ക്ക് പിന്നാലെ നടന്ന കലാപശ്രമം, കർണാടകയിലെയും കേരളത്തിലെയും ആസൂത്രിത കൊലപാതകങ്ങൾ, കേരളത്തിലെ ആലപ്പുഴയിൽ നടന്ന റാലിയിൽ കൊച്ചുകുട്ടിയെ കൊണ്ട് നടത്തിയ മുദ്രാവാക്യം വിളി, അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യവിരുദ്ധ നിലപാടുകൾ വ്യക്തമായതാണ് പലപ്പോഴായി. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏതായാലും എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് NIA പിടിച്ചെടുത്തു കഴിഞ്ഞു. നാട് രക്തത്തിൽ മുങ്ങാതിരിക്കാൻ ഇതിൽ നടപടി വേണമെന്നും NIA ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് ഒരു സമുദായത്തിലെ പ്രധാന നേതാക്കളെ ലക്ഷ്യമിട്ടു. ഇതിനുള്ള തെളിവുകൾ റെയ്ഡിൽ പിടിച്ചെടുത്തുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പറയുന്നത്. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും NIA കോടതിയെ അറിയിച്ചു. കേരളത്തിലെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് വിവരം. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിന് പുറമെ നിരവധി അക്രമങ്ങൾക്കും പിടിയിലായവർ പദ്ധതിയിട്ടു. ഇത് സംബന്ധിച്ചുള്ള നിരവധി തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമ നീക്കങ്ങൾ തടയേണ്ടത് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള നീക്കത്തിന് അനിവാര്യമാണെന്നും NIA കോടതിയെ ബോധിപ്പിച്ചു. കൊച്ചിയിൽ തന്നെ കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്യും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി EDയും NIAയും കണ്ടെത്തിയിട്ടുണ്ട്. നൂപുർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ നൂപുർ ശർമ്മയെ കൂട്ടബലാത്സംഗം ചെയ്യുമെന്നും കൊല്ലുമെന്നും കൊലവിളിക്കുമെന്നും കഴുത്ത് വെട്ടുമെന്നും ഒക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? 10 സെക്കൻഡ് കൊണ്ട് കൊലപാതകം നടന്നത് ഓർമ്മയില്ലേ? എങ്ങനെയാ മറക്കുക? ആലപ്പുഴയും പാലക്കാടും ഒക്കെ ഇത്തരം അതുപോലെ 9 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതിനെ വിമർശിച്ചപ്പോൾ 4 വയസ്സുള്ള പെൺകുട്ടിയെ മുൻനിർത്തി വീണ്ടും വൈറലാകാൻ ശ്രമിച്ചതുമൊക്കെ നമ്മൾ മറന്നിട്ടില്ല. പലപ്പോഴായി ഇവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവരെന്ത് തരത്തിലുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നും അറിയാം. നാട് രക്തത്തിൽ മുങ്ങാതിരിക്കാൻ ഇവരെ അകത്താക്കിയേ പറ്റൂ എന്ന് കേന്ദ്രം തീരുമാനിച്ചപ്പോൾ ഫാസിസ്റ്റ് സർക്കാർ ഇതാ ഞങ്ങളെ അകത്താക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം മുഴക്കിയിട്ട് ഒരു കാര്യവുമില്ല. നടന്ന യാഥാർത്ഥ്യങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, രാജ്യത്തെ തകർക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ശത്രുക്കളുമായി കൂട്ടുകൂടിയതും ആയുധം കടത്തിയതും ഫണ്ടുകൾ ശേഖരിച്ചതും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ. നന്ദി.